ഇന്നിവിടെ ഓർത്തോണം, നിങ്ങളുടെ കുടുംബങ്ങളെ പ്രശ്നങ്ങൾ തീർക്കാൻ ഒറ്റ പ്രതിവിധിയേ ഉള്ളൂ, കുടുംബ പ്രാർത്ഥന. എന്തെല്ലാം തിരക്കുകളുണ്ടെങ്കിലും ആരെല്ലാം നിങ്ങളുടെ വീട്ടിൽ വിരുന്നിന് വന്നാലും, പ്രൈസ് ദി ലോർഡ്, എന്തെല്ലാം പരിപാടികളുണ്ടെങ്കിലും നിങ്ങളുടെ കുടുംബം, അപ്പനും അമ്മയും മക്കളും ഒരുമിച്ചിരുന്ന്, അവിടെയുള്ള മുഴുവൻ ആളുകളും ഒരുമിച്ചിരുന്ന് പ്രാർത്ഥിക്കുകയും ചെയ്തെങ്കിൽ തീർച്ചയായിട്ടും ഇന്നല്ലെങ്കിൽ നാളെ ആ കുടുംബം പിളരാൻ തുടങ്ങും. Am I right? Yes, praise the Lord. എന്തെല്ലാം തിരക്കുണ്ടെങ്കിലും, എത്ര വലിയ ബിസിനസ്സുകാരനാണെങ്കിലും ശരി, ആ കുടുംബത്തിലുള്ള അംഗങ്ങൾ ഒരുമിച്ച് കൂടി പ്രാർത്ഥന നടത്തുക എന്ന് വെച്ചാൽ ആത്മീയ ശക്തി, പരിശുദ്ധാത്മാവിന്റെ ശക്തി ഇല്ലാണ്ട്, പ്രയർ ഇല്ലാതെ അതാണ് കുടുംബ തകർച്ച തുടങ്ങുന്നു. കുടുംബ പ്രാർത്ഥന തകരുമ്പോഴാണ്. പ്രൈസ് ദി ലോർഡ്. കുടുംബ പ്രാർത്ഥന തകരുമ്പോൾ എന്ത് തകരുന്നു? ശ്രമത്തിൽ പറഞ്ഞ ഹല്ലേലൂയ. നമുക്കറിയാം, പഴയ കുടുംബങ്ങൾ, നമ്മുടെ കേരളത്തിലുള്ള പഴയ കുടുംബങ്ങൾ, ഒരുപാട് ഇഷ്യൂസ് ഉള്ള കുടുംബങ്ങളുണ്ടായിരുന്നു. അപ്പനും അമ്മയും തമ്മിൽ ഒരു പൊരുത്തില്ല, ഒരുപാട് പ്രശ്നങ്ങളുടെ കുടുംബം. പക്ഷേ അത് പിടിച്ചു നിൽക്കുന്നു. പ്രൈസ് ദി ലോർഡ്. എത്ര വർഷം കഴിഞ്ഞിട്ടും അത് താഴെ പോകട്ടെ എന്നതിന്റെ കാരണം, ഏറ്റവും പ്രധാനപ്പെട്ട കാരണം, ആ കുടുംബങ്ങളിലുള്ള വൈകുന്നേരങ്ങളിൽ 7 മണി സമയത്ത് 8 മണി സമയത്ത് നടത്തുന്ന എന്താണ്? കുടുംബ പ്രാർത്ഥന. ഫാമിലി പ്രയർസ് വെരി 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 ഇമ്പോർട്ടൻറ്റ്. ഇന്ന് ലോകസഭയിലോട്ട് നമ്മൾ പോകുമ്പോൾ കാണാൻ പറ്റും, കേരള സഭയ്ക്ക് ഒരു ഭയങ്കരമായൊരു മഹത്വമുണ്ട്. പ്രൈസ് ദി ലോർഡ്. അത് വളർന്ന് പിടിച്ചു നിൽക്കുന്നതിന്റെ പിന്നിൽ നമുക്കറിയാം, കേരളത്തിലെ ഏറ്റവും വലിയ പ്രത്യേകത, നമ്മുടെ പശ്ചാത്തലം വെച്ചുകൊണ്ട് ഞാൻ പറയുന്നത് മാത്രം. പ്രൈസ് ദി ലോർഡ്. അവിടെ സന്ധ്യ മയങ്ങുമ്പോൾ നമുക്കൊരു പാരമ്പര്യമുണ്ട്. എന്തിന്റെ പാരമ്പര്യം? കുടുംബ പ്രാർത്ഥനയുടെ ഒരു പാരമ്പര്യമുണ്ട്. സാത്താൻ ഇന്ന് ഈ സമയം ടെലിവിഷന് മുമ്പിൽ കൊണ്ടിരുത്തുന്നു. പ്രൈസ് ദി ലോർഡ്. വിദ്യാഭ്യാസപരമായ കാര്യങ്ങൾ കൊണ്ടുപോകുന്നു, അല്ലെങ്കിൽ ബിസിനസ് കാര്യത്തിന് പോകുന്നു, ചില സ്പോർട്സിന് പോകുന്നു, ചില ആ സമയത്ത് സാധനങ്ങൾ മേടിക്കാൻ പോകുന്നു. അങ്ങനെ പതുക്കെ ഈ കുടുംബ പ്രാർത്ഥന ഇല്ലാതാകുന്നു. അങ്ങനെ കുടുംബ പ്രാർത്ഥന ഇല്ലാതെ വരുമ്പോഴാണ് അനുസരണക്കേട്, മാതാപിതാക്കളും മക്കളും തമ്മിലുള്ള ബന്ധങ്ങൾ ഇല്ലാതായി പോകുന്നു. ഇതാണ് മാർപ്പാപ്പ ഉദ്ദേശിച്ചത്. ഹല്ലേലൂയ. നമ്മുടെ കുടുംബങ്ങൾ വളരെ പിടിക്കുന്ന പലരുടെയും കുടുംബം നോക്കിയോ, ഒരു കാലം മുമ്പ് 10, 20, 30, 40, 30 വർഷം മുമ്പ് ഭയങ്കര ദാരിദ്ര്യത്തിൽ കഴിഞ്ഞ കുടുംബങ്ങളാണ്. റൈറ്റ്? പക്ഷെ ഇന്ന് ആ കുടുംബങ്ങൾ ഭയങ്കരമായിട്ട് പച്ച പിടിച്ചു. ആ പച്ച പിടിച്ചതിന്റെ പിന്നില് മാതാപിതാക്കളും മക്കളും ഒരുമിച്ചിരുന്ന് സന്ധ്യസമയത്ത് കണ്ണുനീരൊടുക്കി എന്ത് ചെയ്തു? പ്രാർത്ഥിച്ചു, ജപമാല ചൊല്ലി, പരസ്പര സ്തുതി കൊടുക്കുക. സ്തുതി കൊടുത്തില്ല അടി ഉറപ്പാ. അതിന് അവകാശമാണ്, അപ്പന്റെ അമ്മയുടെ അവകാശമാണ് മക്കളുടെ എന്ത് കിട്ടണം? സ്തുതി കിട്ടണം. അത് അങ്ങോട്ട് ആശ. പ്രൈസ് ദി ലോർഡ്. അതിന്റെ കാരണം, ആ സ്തുതിക്ക് വലിയ അർത്ഥമുണ്ട്. ചില പകൽ ഒത്തിരി അടിയുണ്ടാവും. പ്രൈസ് ദി ലോർഡ്. സർമൂർത്തി പറഞ്ഞേ ഹല്ലേലൂയ. പകൽ ഒരുപാട് അടിപിടി ഉണ്ടാവും, പല കാര്യത്തിൽ ചീത്തുവിളിയും ബഹളവും ഒക്കെ ഉണ്ടാവും. പക്ഷെ വൈകുന്നേരം ഈ ഒറ്റ സ്തുതിയോടെ എല്ലാം വീണ്ടും കുടുംബം പഴയ പോലെ ഒഴുകുകയാ. ആ കുടുംബ പ്രാർത്ഥന ഇന്ന് കുടുംബങ്ങൾ തീർന്നു പോകുമ്പോൾ ഇന്ന് സൂക്ഷിക്കണം. പ്രാർത്ഥനകളെല്ലാം വേണം, നല്ലതാണ്. ഒന്നും ഒരുപാട് പ്രാർത്ഥനാ പുസ്തകങ്ങളുണ്ട്. പ്രൈസ് ദി ലോർഡ്. അതുകൊണ്ട് ഞാൻ പ്രാർത്ഥനാ പുസ്തകം ഇറക്കിയിട്ടില്ല. പ്രൈസ് ദി ലോർഡ്. കാരണം നാട്ടിലുള്ള ഇഷ്ടം പോലെ പ്രാർത്ഥനാ പുസ്തകം. സർവ്വത്തിൽ പറഞ്ഞേ ഹല്ലേലൂയ. പക്ഷെ ഞാൻ പറയും, എല്ലാ പ്രാർത്ഥനയും നിങ്ങൾ ബഹുമാനിച്ചു, വായിച്ചു, പ്രാർത്ഥിച്ചു. പക്ഷേ ഒരു പ്രാർത്ഥന മുടങ്ങിയേക്കരുത്. സന്ധ്യസമയത്ത് ചൊല്ലേണ്ടത് ജപമാലയാണ്. പ്രൈസ് ദി ലോർഡ്. അത് ശക്തമായിട്ട് ചൊല്ലി. കാരണം പരിശുദ്ധ അമ്മയുടെ മടിത്തട്ടിലാണ് ക്രൈസ്തവൻ ജീവിച്ച് വളർന്നിരിക്കേണ്ടവർക്ക്. പ്രൈസ് ദി ലോർഡ്. ഈ പണ്ട് ഒരു പ്രാർത്ഥന ഇല്ലാത്ത കാലത്ത് പിശാചകത്ത് കയറാറില്ലായിരുന്നു. അന്ന് ആകെയുള്ള പ്രാർത്ഥന എന്തുമാത്രം? ജപമാല. ഈ ജപമാല ചൊല്ലുമ്പോൾ ആ കുടുംബങ്ങൾ ഏതെങ്കിലും പിശാച് കയറിയിട്ടുണ്ടോ? ഇന്ന് പ്രാർത്ഥന കൂടിപ്പോയെന്ന് പേടി. പ്രൈസ് ദി ലോർഡ്. Am I right? ഞാൻ ഇന്ന് വൈദികനായിരിക്കുന്നത് വേറെ ഒരു പ്രാർത്ഥന ചൊല്ലിയിട്ടില്ല. വൈകുന്നേരം കൃത്യസമയം കണ്ടില്ല, അടി ഉറപ്പാ. പ്രൈസ് ദി ലോർഡ്. പിന്നെ മിറ്റത്തിൽ നിന്നുകൊണ്ട് വേണം ബാക്കി കുരിശുവരെ തീർക്കേണ്ടത്. സർവ്വത്തിൽ പറഞ്ഞേ ഹല്ലേലൂയ. പട്ടിണിയാക്കും. സർവ്വത്തിൽ പറഞ്ഞേ ഹല്ലേലൂയ. ആ ജപമാലയോടുള്ള ബന്ധം ശരിയാണോ? ആ ഒറ്റ ബന്ധത്തിലാണ് ഞാനും നിങ്ങൾ. ഇത് പിശാച് ഭയങ്കരനാ. ഞാൻ പഠിച്ചിട്ടുണ്ട്, ഇതിനെ കുറിച്ച് പഠിക്കുക. ദ മോസ്റ്റ് ക്ലവറസ്റ്റ് ഫെലോ ആരാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് പിശാചാ. അവന്
വഴിതെറ്റിക്കാൻ പറ്റാതെ പോയത് അവന് ഒരൊറ്റ ഒരാളെ മാത്രമേ ഉള്ളൂ. ആരെ മാത്രമേ അറിയാവോ? പറഞ്ഞ് ഒരാളെ മാത്രം, ശരിക്കും രണ്ടുപേര്. ശരിക്കും പറഞ്ഞാൽ ഒന്ന് ഈശോയും, രണ്ട് പരിശുദ്ധ അമ്മയും. ബാക്കി എല്ലാവർക്കിട്ടും പണിതിട്ടുണ്ട്. സ്ഥിരപ്പെടുത്തി പത്രോസിട്ട് പോലും പണി കൊടുത്തു. ശരിയാണോ? സ്ഥിരപ്പെടുത്തി ഹല്ലേലൂയാ. പൗലോസിട്ട് പണി കൊടുത്തു, തോമാസിലേക്ക് പണി കൊടുത്തു. ബാക്കി എല്ലാത്തിനെയും വഴിതെറ്റിച്ചിട്ടുണ്ട്. പക്ഷേ ഈ രണ്ടുപേരെ തൊടാൻ പറ്റിയിട്ടില്ല. ഒന്നാരെയാ? നമ്മുടെ കർത്താവും രക്ഷകനും ഏകരക്ഷകനും ഏക കർത്താവുമായ യേശു ക്രിസ്തുവിനെ തൊടാൻ പറ്റിയിട്ടില്ല. രണ്ടാരെ തൊടാൻ പറ്റിയിട്ടില്ല. തൊടാൻ നോക്കി, യേശു നടന്നില്ല. അടുക്കാൻ പറ്റില്ല. അതാണ് അമ്മയുടെ ഭയങ്കരമായ. അതുകൊണ്ടാണ് നമ്മുടെ കുടുംബങ്ങളിൽ നിർബന്ധമായും സന്ധ്യസമയത്ത് എന്ത് ചൊല്ലിരിക്കണം? കൈയടിച്ച് കർത്താവ് പറഞ്ഞേ ഉറക്കെ പോരാ, ഉച്ചത്തിലാ. പ്രൈസ് ദി ലോർഡ്. ആമേൻ.